ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണല്ലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കണത് എന്ത് ആകെ മൊത്തം ഇളക്കി കുഴച്ച് മറിച്ചെടുക്കണ്ടല്ലോ എന്ന് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങി എന്താ പറയുക, തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണല്ലോ. ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എന്താ വാട്ട് ഈറ്റ് ഇൻ എ ഡേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഞാനും ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഇത് എത്രത്തോളം വിജയകരമാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണതാണ്. ഇത് എന്തോരം കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ കവർ ചെയ്യാം. എനിക്കിതിലൊരു ഉറപ്പുമില്ല ഞാനിത് അവസാനിപ്പിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇളക്കി കുഴച്ച് മറിച്ചെടുക്കുന്നത് വേറെ ഒന്നുമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള സംഭവമാണ് ഈ ശരിയാക്കണേ. ഈ അച്ഛനൊരു കഥയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ നിന്ന് ഞാനിത് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് എന്നും നൂൽപുട്ടായിരുന്നു. കാരണം അത്ര എളുപ്പമായിരുന്നു. നമ്മളൊരു വിരലുകൊണ്ട് ഇങ്ങനെ പതുക്കെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല സ്മൂത്തായിട്ട് തിരിഞ്ഞു വരും. പക്ഷേ ഒരു 5-6 തവണയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിനെയും മടുത്തു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇത് എത്ര തിരിച്ചാലും ഈ അച്ച് മര്യാദയ്ക്ക് തിരിയില്ല. ഞാൻ എത്ര സോഫ്റ്റായിട്ട് മാവ് കുഴച്ചാലും സംഭവം സെറ്റാവില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പ്രാന്തായി. പിന്നെ ഞാനിത് ഉപേക്ഷിച്ചിട്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ എന്താ പറയുക, നൂൽപുട്ടുണ്ടാക്കൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പിന്നെ ഇത് രണ്ടാമത് തുടങ്ങാൻ കാരണം, ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ അതിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവി നോക്ക്, ചിലപ്പോൾ അത് ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അതായിട്ട് കുറയ്ക്കേണ്ട, അതും ട്രൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അതിൽ കുറച്ച് എണ്ണ തടവി സക്സസ് ആക്കിയിട്ടോ സംഭവം. എന്തായാലും സംഭവം സൂപ്പറായിട്ട് വന്നു കേട്ടോ, നല്ല സ്മൂത്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നൂൽപുട്ടും അതിന് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ കറിയാണ് കേട്ടോ. വെജിറ്റബിൾ കറിയെന്നോ വെജിറ്റബിൾ കുറുമാന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാഷ്യൂ പേസ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു വെജിറ്റബിൾ കുറുമ ആയേനെ. പക്ഷേ ഞാനത് ഇടാൻ മെനക്കെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി തട്ടിക്കൂട്ട് വേഗം ഉണ്ടാക്കണതാണ് കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ വീക്കെൻഡ് ഒരു ബ്രഞ്ചാണ് പതിവ്, കാരണം ലേറ്റായി എഴുന്നേക്കാറ്. പക്ഷേ ഇന്നെന്തോ നേരത്തെ എഴുന്നേറ്റപ്പോൾ ഞാൻ കരുതി എന്നാൽ അതും കൂടി സെറ്റാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അതിനിടയിൽ എനിക്ക് ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. കാരണം വീക്കെൻഡാണ് നമ്മുടെ ക്ലീനിങ്, അലക്കൽ എല്ലാം വീക്കെൻഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചായയും കൂടി ഇട്ടു കേട്ടോ. ഞാനപ്പോൾ എൻ്റെ കെട്ടിയവനോട് ചോദിക്കുന്നുണ്ട് ചായ ഇടട്ടേന്ന് ചോദിച്ചു. ആൾക്ക് വലിയൊരു പ്രിയമൊന്നുമില്ല കേട്ടോ. ഞാനിടുമ്പോൾ വേണമെങ്കിൽ ഒരു ലേശം കുടിക്കുന്നതല്ലാണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനതിൽ കുറച്ച് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചു. അങ്ങനെ ചായ സെറ്റായി. അപ്പോൾ അതും റെഡിയാക്കി. പിന്നെന്താ, ഞാനൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, അടിച്ച് പതപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതൊക്കെ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചു. ശേഷം ആ നീല ടിന്നിലിരിക്കുന്ന ഉച്ചക്കലത്തേക്ക് ഞാൻ വിചാരിച്ചു മീൻ കറി വയ്ക്കാമെന്ന്. അപ്പോൾ നല്ല കിങ് ഫിഷ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിടുന്നതോട് വലിയ യോജിപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ കൈയോടെ കഴുകിയെടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ. പണികൾ കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ആ പാത്രങ്ങൾ കഴുകി വയ്ക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ കഴുകണമല്ലോ, വേറെ ആരും ഇല്ലല്ലോ കഴുകാൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് എന്താ കാര്യമുള്ളത്. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ കെട്ടിയവനോട് വിളിച്ച് ചോദിച്ചു ഫുഡ് റെഡി ആയിട്ടുണ്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ്, നീ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പരമാവധി നമ്മൾ ഒരുമിച്ച് ഉള്ള സമയത്താണെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാനും ശ്രമിക്കാറുണ്ട്. ഈ ഒറ്റയ്ക്ക് ശ്രമിക്കാറൊന്നുമല്ല, നമ്മൾ ഒരുമിച്ചാണ് കഴിക്കാറുള്ളൂ. കാരണം നമ്മളാകെ രണ്ടാളുള്ളൂ. അപ്പോൾ അതിനിടയിൽ പിന്നെ ഒറ്റയ്ക്ക് കഴിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്കായാലും ഊണ് കഴിക്കാൻ റൂമിലേക്ക് വരും എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനും കഴിക്കില്ല, ഒരുമിച്ച് വന്നിട്ട് കഴിക്കാം എന്നുള്ള പ്ലാനിലിരിക്കും. അപ്പോൾ ഓക്കെ, അതിനിടയിൽ നമുക്ക് കുറേ അതൊക്കെ കഴിഞ്ഞു. ഞാൻ കുറേ അടിച്ചു വാരാനുണ്ടായിരുന്നതൊക്കെ അടിച്ചു വാരി, തുണികളും കൊണ്ട് മുകളിലിട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാടുണ്ടായിരുന്നു അലക്കാനായിട്ട്. അപ്പോൾ താഴെയിട്ട് എന്തായാലും ഉണങ്ങി കിട്ടൂല, പിന്നെ തണുപ്പും തുടങ്ങിയല്ലോ. അങ്ങനെ അതിനുശേഷം ഞാൻ എനിക്ക് കുറേ തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ കറി വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേഗം പോയി കുളിച്ചിട്ട് വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ കുറേ ലേറ്റായിട്ടോ. കഴിഞ്ഞ വീക്ക് എടുത്തൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഇടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച അവസാനം ഞാൻ ഇടാമെന്ന് തീരുമാനിച്ചെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അധികം നേരം ഇരിക്കാനൊന്നും ഫുഡ് കഴിച്ചിരിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. വേഗം നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ശേഷം നമ്മൾ മൂവിക്കാണ് പോണത്. അപ്പോൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നു വന്ന് ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.